നമസ്കാരം. സത്യത്തിൽ CPM പാർട്ടിക്കും നേതാക്കൾക്കും ലവലേശം ഉളുപ്പും മാനവും ഇല്ലേ എന്നാണ് കേരളത്തിൽ അരി ആഹാരം കഴിക്കുന്നവർ ചിന്തിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായവരെ ന്യായീകരിക്കാൻ പുതിയ ക്യാപ്സ്യൂളുമായി CPM എത്തിയിരിക്കുന്നതാണ് ജനത്തെ ആകെ അതിശയിപ്പിക്കുന്നത്. അറസ്റ്റിലായത് അവിടെ സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയവരാണെന്ന വിചിത്രവാദം ഉന്നയിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അറസ്റ്റിലായ മീത്തല കുന്നോത്തുപറമ്പ DYFI യൂണിറ്റ് മുൻ സെക്രട്ടറിയും റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനുമായ അമൽ ബാബുവിനെ കുറിച്ചാണ് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നതാണ് രസകരമായ തമാശ. പാർട്ടിയെ രക്ഷിക്കാനായി എന്തു നുണയും ജനത്തോട് വിളിച്ചു പറയാമെന്നും അതൊക്കെ വിശ്വസിക്കുമെന്നും കരുതുന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ ഏത് വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്തു നുണയും പറയുന്നതിൽ ഗോവിന്ദൻ ഇപ്പോൾ പിണറായിയെ കടത്തിവെട്ടുകയാണ്. പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ അങ്ങനെ വേണമല്ലോ. പക്ഷേ ജനം ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയോ മരക്കഴുതയോ അല്ലെന്നും മാത്രം തിരിച്ചറിയണം. അറസ്റ്റിലായ CPM DYFI നേതാക്കൾക്ക് സ്ഫോടനവുമായി ബന്ധമില്ലെന്നും തങ്ങൾ പണ്ടേ പുറത്താക്കിയ ഗുണ്ടകളാണ് സ്ഫോടനത്തിൽ മരിച്ചവരും പരിക്കേറ്റവരുമെന്നാണ് പാർട്ടി നേതാക്കളുടെ ആദ്യത്തെ ന്യായീകരണ ക്യാപ്സ്യൂൾ. ഇത് ജനം ഒന്നും കൊണ്ട് വിശ്വസിക്കുന്നില്ല. തൊട്ടുപിറകെയാണ് അറസ്റ്റിലായവരെ വെള്ളപൂശാൻ വിചിത്രവാദവുമായി സാക്ഷാൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ വരവ്. ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എവിടെയോ ബോംബ് പൊട്ടിയത് CPMന്റെ തലയിൽ വയ്ക്കാനുള്ള ശ്രമമാണ്. സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട് CPM നേതാക്കൾ സന്ദർശിച്ചതാണ് വിവാദം. ആപത്തുണ്ടാകുമ്പോൾ അവിടെ പോകുന്നതും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതും മനുഷ്യത്വമാണ്. CPM പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചവരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും. പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. എല്ലാം ചിതറിക്കിടക്കുന്ന ബോംബ് പൊട്ടിയ സ്ഥലത്ത് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ മുൻപന്തിയിൽ നിന്ന് പരുക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ യത്നിച്ച DYFI സഖാവിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. അതു സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണം. ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റകൃത്യ പട്ടികയിൽപ്പെടുത്തി കൈകാര്യം ചെയ്യാനാകില്ലല്ലോ. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ്. CPMനെതിരെയുള്ള പ്രചാരണം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതാണ് എന്നാണ് ഗോവിന്ദൻ തിങ്കളാഴ്ച വൈകിട്ട് ഇറക്കിവിട്ട ക്യാപ്സ്യൂൾ. മുമ്പ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസുകാരെ CPMക്കാർ തല്ലിച്ചതയ്ക്കുകയും പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്ത വിവാദ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ഏറെ ചർച്ചയുമായിരുന്നു. CPMക്കാർ തന്നെ പാർട്ടിക്കു നാണക്കേടുമുണ്ടാക്കിയ സംഭവമെന്നാണ് ഇതിനെ ഇപ്പോൾ പറയുന്നത്. അത്തരമൊരു വാദമാണ് MV ഗോവിന്ദൻ തിങ്കളാഴ്ച നിരത്തുന്നത്. അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യ സൂത്രധാരൻ DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ K അക്ഷയ് എന്നിവർ കൂടി തിങ്കളാഴ്ച അറസ്റ്റിലായി. അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് ACP KV വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. DYFI മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, മുളിയാന്തോട്ടെ CPM പ്രവർത്തകൻ കരിപ്പനക്കാട്ടിൽ മിഥുൻ എന്നിവർ ഉൾപ്പെടെ 6 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത്, വിനോദ്, വിനീഷ് എന്നിവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും പോലീസ് പറയുന്നുണ്ട്. സ്ഫോടനം നടന്നയുടനെ ഒളിവിൽ പോയ ഷിജാലിനെ കണ്ടെത്താൻ 3 ദിവസമായി പോലീസ് വ്യാപക തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ കഴിഞ്ഞ ഇരുവരെയും പാലക്കാട് അതിർത്തിയിൽ വെച്ചാണ് പിടികൂടിയത്. മരിച്ച ഷിറിൽ ഉൾപ്പെടെ 12 പേരാണ് കേസിൽ പ്രതികളെന്നും പോലീസ് പറയുന്നു. സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങുന്നത്.
ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, കൂത്തുപറമ്പ് ACP KV വേണുഗോപാൽ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് കേസന്വേഷണം നടക്കുന്നത്. നന്ദി.